എല്ലാ ബിദ്അത്തിനെ കുറിച്ചുമുള്ള നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീർഘവീക്ഷണമുള്ള മുന്നറിയിപ്പെട്ട ഒരു മുന്നറിയിപ്പാണ് യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം വയദഊന അഹ്ലൽ ഔസാൻ എന്നുള്ള പ്രയോഗം. സ്വഹീഹുൽ ബുഖാരിയിലൊക്കെ കാണാം. യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ആളുകളുമായിട്ട് അവർ സംഘട്ടനത്തിൽ ഏർപ്പെടും. അതേസമയത്ത് വയദഊന അഹ്ലൽ ഔസാൻ, സാക്ഷാൽ ബഹുദൈവാരാധകരുമായിട്ട് അവർക്ക് നല്ല സമ്പർക്കവുമായിരിക്കും. മുസ്ലിങ്ങളുമായിട്ട് സംഘട്ടനം, അതേസമയത്ത് ബഹുദൈവ വിശ്വാസികളുമായിട്ട് സമ്പർക്കം. ഇത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ നമ്മളോട് പറഞ്ഞ കാര്യമാണ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ. വിധേയികളുടെ ഒരു സ്വഭാവത്തെ കുറിച്ച് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു കാര്യത്തിനെ കുറിച്ച് സമസ്തയിലെ പ്രമുഖ പണ്ഡിത സംഭവ അംഗവുമായ MT ദാരിമി ഉസ്താദ് അവർ പറഞ്ഞു തരികയാണ്. അദ്ദേഹം പറയുകയാണ്, വിധേയികളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് യഥാർത്ഥത്തിൽ വിഗ്രഹാരാധകരുമായി ഭയങ്കര ചങ്ങാത്തത്തിലാകുകയും യഥാർത്ഥ സത്യവിശ്വാസികളെ അവർ ആക്രമിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. യഥാർത്ഥ ബിദ്അത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ ദീനിൽ ഇല്ലാത്ത ഒരു കാര്യം, ഇബാദത്തായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒരു കാര്യം പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഒരു ആരാധന കർമ്മം, ഒരു ഇബാദത്തായി, നന്മയായി, പുണ്യമായി അതിലേക്ക് കൂട്ടിച്ചേർത്ത് ചെയ്യുക എന്നുള്ളത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഖബർ കെട്ടിപ്പൊക്കുക, അവിടെ ഉറൂസ് ഉത്സവങ്ങൾ നടത്തുക, അതുപോലെ തന്നെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുക, മൗലീദുകൾ, റാത്തീബുകൾ, ഇതുപോലുള്ള ഒരുപാട് ആരാധന കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല മത നിയമമാക്കി തരാത്ത കാര്യങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ ഇസ്ലാമിലേക്ക് ചേർത്ത് ചെയ്യുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. ഈ ബിദ്അത്തിന്റെ ആളുകളുടെ ലക്ഷണം, അവര് സത്യവിശ്വാസികൾക്കെതിരെ വല്ലാത്ത അക്രമം പുറപ്പെടുവിക്കും, അവരുമായി സംഘട്ടനത്തിൽ ഏർപ്പെടുമെന്നുള്ളതാണ്. ചില ഉദാഹരണങ്ങൾ അദ്ദേഹം പറഞ്ഞ അതിനുള്ള ചില ഉദാഹരണങ്ങൾ നമുക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് കാണാം. നബിദിനാഘോഷത്തിന്റെ അടിത്തറ തന്നെ ബിദ്അത്താണ്. ലം തുൻഖൽ അമലുഹു, അത് ഒരിക്കലും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അന്നഹദുൻ മിനൽ ഉലമാഇൽ ഉമ്മ, മുൻഗാമികളിൽപ്പെട്ട ഒരു പണ്ഡിതനിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ലഹുമുൽ ഖുദ്വതു ഫിദ്ദീൻ, അവർ ദീനിൽ മാതൃകായോഗ്യരാണ്. അവർ അല്ലദീന ലഹുമുൽ ഖുദ്വതു ഫിദ്ദീൻ അൽ മുതമസ്സികൂന ബിആസാരിൽ മുതഖദ്ദിമീൻ, മുൻഗാമികളുടെ മാർഗമനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ പോലും ഇത് ഉദ്ധരിച്ചിട്ടില്ല എന്നാണ്. ഇത് ഉദ്ധാണ്. നാളെ ഹൗദുൽ കൗസറിലെ വെള്ളം പോകും. എന്റെ സഹപ്രവർത്തകർ എനിക്ക് സെക്യൂരിറ്റി ഒരുക്കുന്നു. ഞാൻ പറയുന്നു, നിങ്ങളെ സെക്യൂരിറ്റി എനിക്ക് വേണ്ട, എനിക്ക് അല്ലാഹുവിന്റെ സെക്യൂരിറ്റി ഉണ്ട്. ഞാൻ ഇവിടെ ഈ നാട്ടിൽ എന്തെങ്കിലും പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു വരി പറഞ്ഞിട്ടുണ്ടോ? ഈ നാട്ടിലെ സാധാരണക്കാരനെ പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതും വിശുദ്ധ ഖുർആനിൽ നിന്നും ആ വിശുദ്ധ ഖുർആന്റെ വിശദീകരണമായ പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പച്ചയായ ജീവിതത്തിൽ നിന്നുമാണ്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പച്ചയായ ജീവിതത്തിൽ നിന്നുമാണ് ഇസ്ലാമിനെ പഠിക്കേണ്ടത്. പലപ്പോഴും ലോകത്ത് ഇസ്ലാം ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ഇസ്ലാം ഭീകര സൂറത്ത് ആൽ ഇംറാനിൽ പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ് നിങ്ങളെ കളിപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ പ്രസംഗം ജനങ്ങൾക്ക് ക്ലിക്ക് ചെയ്തു. ജനസമൂഹത്തിനിടയിൽ നല്ല മദ്യപിച്ചിട്ടാ വരുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആൽ ഇംറാനിൽ പറയാണ്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പറയുകയാണ്, ഒരു തെറ്റൊരു മനുഷ്യൻ ചെയ്തു പോയാൽ അല്ലാഹുവിനോട് അവൻ ഇസ്തിഗ്ഫാർ നടത്തും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാണ് നിങ്ങൾക്ക് പാപം പൊറുക്കാനുള്ളത്? വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹുവിനോട് പാപം പൊറുക്കലിനെ തേടണം. എന്ത് പാപങ്ങൾ നിങ്ങൾ ചെയ്താലും അല്ലാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടണം. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹുവിനോടാണ് നിങ്ങൾ പൊറുക്കലിനെ തേടേണ്ടത്. അല്ലാഹുവല്ലാതെ പാപം പൊറുക്കാൻ ആളില്ല. അതുപോലെ വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം 53-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്ന് പറയുന്നത്, ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫൂ അൻഫുസഹും ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വിശുദ്ധ ഖുർആനിന്റെ വചനമാണ്. യുവാക്കളെ, നിങ്ങൾ കേൾക്കണം, മരിച്ചു പോകേണ്ടതാണ്. നബിയെ, തെറ്റുകൾ ചെയ്ത എന്റെ അടിമകളോട് പറ, ആകാശം മുട്ട പാപം ചെയ്ത എന്റെ അടിമകളോട് പറ, നബിയെ, തെറ്റ് ചെയ്താൽ ദൈവത്തോട് പശ്ചാത്തപിക്കാൻ. ലോകത്തെ എല്ലാ മതസമൂഹങ്ങളും അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. തെറ്റ് ചെയ്താൽ അല്ലാഹുവിനോട് പശ്ചാത്തപിക്കാൻ, പരമകാരുണികനായ റബ്ബിനോട് പൊറുക്കലിനെ തേടാൻ. അമ്പിയാക്കൾ മുഴുവനും പഠിപ്പിച്ച പാതയതാ. റസൂലുള്ളാഹിനോട് പൊറുക്കലിനെ തേടുന്നത് ഇസ്ലാമികമല്ല, നരകത്ത് പോകാനുള്ള കാരണമാകും. അതുകൊണ്ട് ജനങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട്
നിങ്ങളോട് വളരെ കൃത്യമായി പറയുന്നു, മുജാഹിദുകളെ നിങ്ങൾ കസേരയിലേക്ക് ഇരിക്കുക. നമ്മൾ ആള് മരിച്ചു കഴിഞ്ഞാൽ ത്വരീഖത്തിൽ മെമ്പറാണെങ്കിൽ അവന്റെ പേരിന് കൃത്യമായി കൊടുത്തുകൊണ്ട് ഇന്നാളിൽ നിന്നാളിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതെ അവിടെ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ഇൽമിന്റെ സദസ്സാണിത്. ഇൽമിന്റെ വേദിയാണിത്. ആ ഇൽമിന്റെ വേദിയിലേക്ക് വളരെ കൃത്യമായി പ്രമാണത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ സംസാരിച്ചത്, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്. അൽ മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, അറിവന്വേഷിക്കുന്ന സദസ്സ് സ്വർഗ്ഗത്തിലെ ഒരു തോപ്പിനോളം തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ കൃത്യമായി നമുക്ക് ദീനേറ്റ് പിടിച്ച ആളുകൾക്ക് ഏറി വരുന്നുണ്ട്, പ്രയാസങ്ങളുണ്ട്, കല്ലേറുണ്ട്, തലപൊട്ടലുണ്ട്, കൂക്കുവഴിയുണ്ട്, അകത്തും പുറത്തും കുത്തുകൾ പുറമെയുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യമാണിത്. അതുകൊണ്ട് തൗഹീദിന്റെ ധ്വജവാഹകരായ ആളുകളെ മനസ്സിലാക്കാൻ, ഇതിൽ കണ്ണിയായ ആളുകൾ ആത്മാർത്ഥമായി സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിലും ഈ ഇരുട്ടിന്റെ പൂജകന്മാർ വെളിച്ചത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് നേരെ നടത്തുന്ന അറ്റാക്കുകൾ ഒന്ന് നിങ്ങൾ കാണുക. ആര് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നുവോ അവരാണ് വിജയിച്ചവർ. കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم. اللهم انا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم انا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا. സഹോദരങ്ങളെ, ഈ പരിപാടി അലങ്കോലപ്പെടുത്തുവാൻ വേണ്ടി ഉദ്ദേശപൂർവ്വം വന്ന ആളുകൾ കല്ലേറ് തുടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, പെർമിഷൻ എടുത്ത് ചോരപൊട്ടി സഹോദരനെ കൊണ്ടുവരുന്നത് കുറച്ച് വെള്ളം കുടിക്കും. സുഹൃത്തുക്കളെ, ആദർശ പ്രചരണത്തിന് വേണ്ടി ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പെർമിഷൻ എടുത്ത് നിയമപാലകരുടെ സംരക്ഷണത്തിൽ പരിപാടി നടത്താനാണ് നമ്മൾ ഇവിടെ വന്നത്. പക്ഷേ കല്ലേറ് നടത്തിക്കൊണ്ടും ആളുകളെ ആക്രമിച്ചുകൊണ്ടും ഇതിനെ നേരിടുക എന്നതാണ് നമ്മുടെ സഹോദരന്മാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇവിടെ വളരെ വ്യക്തമായ രൂപത്തിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഇവിടെ ഒരു തെളിവടക്കം നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കൂ. ഈ ആളുകൾ തന്നെ യുക്തിവാദികൾ അവിടെ ഒരു സമ്മേളനം വെച്ചു. എന്നിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുകയും അപവാദം പറയുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തുകയൊക്കെ ചെയ്യുന്ന സമ്മേളനം വെച്ചു. ഇനി ഒരു ടീം സമ്മേളനം വെച്ചിട്ട് അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞു. ഇനി ഒരു ടീം വന്നിട്ട് പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമല്ല വേറെയും ഇവിടെ അള്ളാഹു ഉണ്ട്, അത് സിയമടവരാണെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളും സമ്മേളനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവർ അതിന് മറുപടി ഒന്നും വെക്കില്ല. എന്നാൽ എവിടെയെങ്കിലും അള്ളാഹുവിനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ നിങ്ങൾ വരമേൽപ്പിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിന് മാത്രം നിങ്ങൾ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമേ നിങ്ങൾ അറിവ് നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണ്ണ രൂപത്തിൽ നിങ്ങൾ ഇത്തിബാ ചെയ്യണം, നിങ്ങൾ ബിദ്അത്ത് ഖുറാഫത്ത് ശിർക്കൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരായിട്ട് പിറ്റേ ദിവസം തന്നെ ഇവർ സമ്മേളനം വെക്കും. നോക്കൂ, ഇത് മുൻകഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഉണ്ടായ കാര്യമാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം നമ്മൾ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചു തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് നൂഹിലെ 22-ാമത്തെ വചനം, 23-ാമത്തെ വചനം, 24-ാമത്തെ വചനം, 25-ാമത്തെ വചനം നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കൂ. അവർ ചില തന്ത്രങ്ങൾ പ്രയോഗിച്ചു. അവരുടെ നേതാക്കന്മാർ എവിടെയൊക്കെ നൂഹ് നബി അലൈഹി സ്വലാം പോയി തൗഹീദ് പറയുന്നു അവിടെയൊക്കെ പിന്നാലെ പോയി ഈ നേതാക്കന്മാർ സ്റ്റേജ് കെട്ടി അവിടെ നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു നിങ്ങൾ വദ്ദിനെ അല്ല വിളിച്ച് സഹായം ചോദിക്കേണ്ടത്, അതേപോലെ യഹൂസിനെ അല്ല വിളിച്ച് സഹായം ചോദിക്കേണ്ടത്, അതേപോലെ മരണപ്പെട്ടു പോയ ഔലിയാക്കന്മാർ എന്ന് ജൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ വിളിക്കുന്ന അവരെ ഒന്നുമല്ല വിളിച്ച് സഹായം ചോദിക്കേണ്ടത്, ഏക ഇലാഹായ റബ്ബിനെയാണ് വിളിച്ച് നിങ്ങൾ സഹായം ചോദിക്കേണ്ടത് എന്ന് അവരോട് പറഞ്ഞാൽ അവരുടെ നേതാക്കന്മാർ പിന്നാലെ വന്ന് പറയും നിങ്ങൾ വദ്ദിനെയും സ്വാഹിനെയും യഹൂസിനെയും ഒന്നും ഉപേക്ഷിക്കാൻ പാടില്ല, യഹൂഖിനെയും നസറിനെയും ഉപേക്ഷിക്കാൻ പാടില്ല, ഇവന് പുത്തൻവാദിയാണ് എന്ന് ആരെക്കുറിച്ച് പറയും? നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയും. എന്നാൽ ഇന്നോ മുജാഹിദുകൾ പറയും അള്ളാഹുവിനോട് മാത്രമേ വിളിച്ച് സഹായം ചോദിക്കാൻ പാടുള്ളൂ, മരണപ്പെട്ടവരോടുള്ള അതിരുകവയിലാണ് അവിടെ ആരാധനയായി മാറിയത്, അത് അള്ളാഹു അല്ലാത്തവരിലേക്കുള്ള ഇബാദത്ത് അർപ്പിക്കലാണ്, അവരോട് സഹായം ചോദിക്കാൻ പാടില്ല. മരണപ്പെട്ടു പോയ മുഹീദ്ദീൻ ഷേഖിനോടോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടോ ബദരീങ്ങളോടോ അതേപോലെ തന്നെ ഔലിയാക്കന്മാരെന്ന് നിങ്ങൾ ജൽപ്പിച്ച് കബർ കെട്ടിപ്പൊക്കി വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അവരോടൊന്നുമല്ല സഹായം ചോദിക്കേണ്ടത്, ആ റബ്ബിനോടാണ് സഹായം ചോദിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി മുജാഹിദുകൾ സ്റ്റേജ് കെട്ടിയാൽ ഈ ആളുകൾ പിറ്റേന്ന് തന്നെ വേറെ സ്റ്റേജ് കെട്ടും. നിങ്ങൾ അവരെ ഉപേക്ഷിക്കാൻ പാടില്ല, മുഹീദ്ദീൻ ഷേഖിനെ വിളിക്കുന്നത് നിങ്ങൾ നിർത്താൻ പാടില്ല, ബദരീങ്ങളെ വിളിക്കുന്നത് നിങ്ങൾ നിർത്താൻ പാടില്ല, അവരോട് വിളിച്ച് പ്രാർത്ഥിക്കാം
ഇത് പറഞ്ഞുകൊണ്ട് പള്ളിക്കകത്തിരുന്ന് പോലും ഇവർ പ്രാർത്ഥിക്കും. അള്ളാഹുവിന്റെ കൽപ്പനയാണ് സൂറത്ത് ജിന്നിലെ, പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു. അള്ളാഹുവിനോട് കൂടെ, അള്ളാഹുവിനോടൊപ്പം, അള്ളാഹുവിന് പുറമെ ഒരാളെയും നിങ്ങൾ പള്ളിക്കകത്തിരുന്ന് പോലും വിളിക്കാൻ പാടില്ല. എന്നാൽ ഈ പള്ളിക്കകത്തിരുന്ന് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ റാത്തിബിലൂടെ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കും, ബദർ മൗലൂദിലൂടെ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കും, മങ്കൂസ് മൗലൂദിലൂടെ അള്ളാന്റെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കും. ഇത് പാടില്ല എന്ന് പറയുമ്പോൾ ഇവർ ഈ ആളുകൾ ആക്രമിക്കുകയും ചെയ്യും. ഇനി യഥാർത്ഥ വിഗ്രഹാരാധകരോട് ഇവരുള്ള സമീപനം എന്തായിരിക്കുമെന്ന്, അഹ്ലുൽ ബിദഅത്തിന്റെ ആളുകളുടെ സമീപനം എന്തായിരിക്കുമെന്ന് നമുക്ക് ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് കാണാം. അതേസമയത്ത് സാക്ഷാൽ ബഹുദൈവാരാധകരുമായിട്ട് അവർക്ക് നല്ല സമ്പർക്കവുമായിരിക്കും. കാസർഗോഡ് ജില്ലയിലെ മാലിക് ദീനാർ പള്ളീൻ്റെ അവിടെയുള്ള ജാറ വരുമാനം വരുന്ന ആ വരുമാനത്തിൽ നിന്നാണ് ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് അവിടെ അവരുടെ ആരാധനയുടെ ഭാഗമായി നടക്കുന്ന ആരാധനയിലേക്ക്, അതിൻ്റെ കൊടിയുയർത്തൽ ചടങ്ങിലേക്കുള്ള എല്ലാ ഭക്ഷ്യ വിഭവങ്ങളും ഇവിടുന്ന് കൊടുത്തു വിടുകയാണ് ചെയ്യുന്നുള്ളത്. അത് കൊണ്ടുപോകുന്ന രംഗമാണ് സഹോദരങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നത്. കണ്ടോ, ഇത് ഈ കൊടുത്തുള്ളത് ഈ ഉറൂസിന്റെ ഈ പള്ളി കമ്മിറ്റി, ഈ തളങ്കരയിലുള്ള ഈ പള്ളി കമ്മിറ്റിന്റെ ആളുകളാണ് ഇത് കൊടുത്തു വിടുന്നുള്ളത്. അവർക്ക് ആരാധനകൾ, അവരുടെ ദൈവത്തിലേക്ക് ഇബാദത്തുകൾ അർപ്പിക്കുന്ന ആ കാര്യങ്ങൾക്കുള്ള മുഴുവനും ഭക്ഷണ സാഗ്രമികൾ ഇവിടെ നിന്നാണ് കൊടുത്തു വിടുന്നുള്ളത്. സഹോദരങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടാവും കൃത്യമായിട്ട്. മായി മാനസികമായി സൗഹാർദ്ദം പങ്കിടുന്ന ആളുകളാണ്. പക്ഷെ മതത്തിൽ സൗഹാർദ്ദം പാടുണ്ടോ? അല്ലെ, ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ നമ്മൾ പോവാ, നമ്മൾ വിജയിപ്പിച്ചു കൊടുക്കുക. ഈ വാർത്തകൾ ഉത്സവങ്ങളുണ്ടെങ്കിൽ കളിയാട്ടമൊക്കെ ഇവിടെ തന്നെയല്ലേ. നമ്മളങ്ങനെ പൈസ എറിയുമ്പോൾ അവിടെ വിജയിക്കണമെന്നാണ് കേട്ടത്. എന്തൊക്കെ കുറച്ചൊന്ന് വേക്കോട്ട് അടിച്ചിട്ടുണ്ടെന്ന് കേട്ടു. അള്ളാഹു ബോധം കൊടുക്കട്ടെ, നന്നാക്കി തീർക്കട്ടെ. അൽഹംദുലില്ലാഹ്. നമുക്ക് ഉത്സവത്തിൽ കൂടാൻ പറ്റുമോ? ഉത്സവത്തിൽ പോണത് പർദ്ദട്ട പെണ്ണുങ്ങളാണ്. അത്ഭുതമാണ്, സങ്കടമായി പോകും. ഊഞ്ഞാലാടെ പെണ്ണുങ്ങളെ, ഭർത്താവ് ഗൾഫിലാണ്, അല്ലെങ്കിൽ ചോദിക്കാനും പറയാനും ആരുമില്ല. കുട്ടികളെ രാത്രി ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഉത്സവ പറമ്പിൽ നടക്കാൻ, അവിടെ എന്താ നടക്കുന്നത്? പൈശാചികത. നമുക്ക് പാടുണ്ടോ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദതും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഞാൻ എന്റെ മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടേത്, ഞാൻ അതിലേക്ക് വരുന്നില്ല എന്ന് പറയേണ്ട നമ്മളും നിങ്ങളൊക്കെ ഒന്ന് തന്നെ. മതത്തിന്റെ വിഷയത്തിലൊന്നല്ല, മനസ്സുകൊണ്ടൊന്നാണ്. ക്ഷേത്രത്തിലെ പൂജാരി മിസ്കീനാണെങ്കിൽ സഹായിച്ചാൽ കൂലി കിട്ടും. പക്ഷെ ക്ഷേത്രത്തെ സഹായിക്കാൻ നമുക്ക് പാടില്ല, ഹറാമാണ്. എങ്ങനെ? ക്ഷേത്രത്തിലെ പൂജാരി മിസ്കീനാണ്, അല്ലെങ്കിൽ ഉത്സവത്തിൽ പോയി വരുന്ന ആള്, അമ്പലത്തിലെ പൂജ കഴിഞ്ഞ് വരുന്ന ഒരു ഹിന്ദു സഹോദരൻ പാവപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ ആ പാവപ്പെട്ടവനെ സഹായിക്കാൻ നിങ്ങൾ 10 പൈസ കൊടുത്തോ, അള്ളാഹുവിന്റെ കൂലി ഉദ്ദേശിച്ചുകൊണ്ട് കൊടുത്താൽ അള്ളാഹു കൂലി തന്നേക്കും, അള്ളാഹു സ്വീകരിച്ചേക്കും. പക്ഷേ ഉത്സവത്തിന് സഹായിക്കാൻ പറ്റൂല, അത് ഹറാമാണ്. ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് പൈസ കൊടുക്കൽ ഹറാമല്ലേ? അത് അല്ലാഹു അല്ലാത്ത ഒന്നിനെ ആരാധിക്കുന്ന ഇബാദത്തിനോട് നിങ്ങൾ സ്നേഹം പുലർത്തലാണ്, അത് പാടില്ല. ഒരു ക്രിസ്ത്യാനിയെ നിങ്ങൾക്ക് സഹായിക്കാം, പാവപ്പെട്ട ക്രിസ്ത്യാനിക്ക് പൈസ കൊടുത്താൽ ദാഹിച്ച് വെള്ളം കൊടുത്താൽ കൂലി കിട്ടും. പക്ഷേ ഒരു ക്ഷേത്രം ഉണ്ടാക്കാൻ, ഒരു ചർച്ച് ഉണ്ടാക്കാൻ. അതേസമയത്ത് സാക്ഷാൽ ബഹുദൈവാരാധകരുമായിട്ട് അവർക്ക് നല്ല സമ്പർക്കവുമായിരിക്കും. മുസ്ലിങ്ങളുമായിട്ട് സംഘട്ടനം, അതേ സമയത്ത് ബഹുദൈവ വിശ്വാസികളുമായിട്ട് സമ്പർക്കം. ഇത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ നമ്മളോട് പറഞ്ഞ കാര്യമാണ്.